ചരിത്രത്തിൽ ആൺകനികൾ വാഴില്ല. ഗുരുക്കന്മാരുടെ കുരുത്തക്കേട് കുപ്രസിദ്ധമാണ്. ദ്രോണർ അതിപ്രഗത്ഭനായ ഗുരുവായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ ശിഷ്യരോട് കടുത്ത പക്ഷപാതം കാട്ടി. ഗുരുവിന്റെ പക്ഷപാതം ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം വിഷമയമാക്കി. ശിഷ്യന്മാർ തമ്മിലുള്ള പോരിന് വഴിമരുന്നിടുകയും ചെയ്തു. അക്കാലത്തു ശാസ്ത്ര പഠനത്തിന് ശിഷ്യകൾ ഉണ്ടാകാതിരുന്നത് അർജുനന്റെ ഭാഗ്യം. അല്ലെങ്കിൽ അർജുനന്റെ ഗതി ഒരുപക്ഷെ ഏകലവ്യന്റേതാകുമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ ഇന്റേണൽ അസസ്മെന്റും സെമിസ്റ്റർ സിസ്റ്റവും നിലവിലുള്ള കാലം. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ തീന്മേശയിലെ ചർച്ചാവിഷയം പലപ്പോഴും അധ്യാപകരുടെ പക്ഷപാതമാണ്. MA MSc വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു. ചിലപ്പോൾ അവരുടെ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. കൊല്ലത്ത് ശ്രീനാരായണ കോളേജിൽ പഠിക്കുമ്പോൾ അധ്യാപകന്റെ വിദ്വേഷത്തിനും കടുത്ത പകയ്ക്കും പക്ഷപാതത്തിനും ഞാനും ഇരയായിട്ടുണ്ട്. മെസ്സിൽ ഏറ്റവും കൂടുതൽ പരാതി കേട്ടിട്ടുള്ളത് ചരിത്ര വിഭാഗത്തിലെ കുട്ടികളിൽ നിന്നാണ്. ചരിത്ര വിഭാഗത്തിൽ 1ാം റാങ്ക് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുകയാണ്. 10 വർഷത്തിൽ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരാൺകുട്ടിക്ക് റാങ്ക് ലഭിച്ചിട്ടില്ല. ഗണിത ഭൗതിക വിഭാഗങ്ങൾ പക്ഷപാതാരോപണങ്ങളിൽ നിന്നും താരതമ്യേന വിമുക്തമായിരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇന്റേണൽ അസസ്മെന്റുകൾ യഥാസമയം നടത്തുകയും മാർക്കുകൾ അന്തിമ പരീക്ഷയ്ക്ക് വളരെ മുൻപ് തന്നെ നോട്ടീസ് ബോർഡിൽ ഇടുകയും ചെയ്യുമായിരുന്നു. പരാതിക്കാർക്ക് വാല്യുവേഷനിലെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും പരിഹാരം തേടാമായിരുന്നു. മാർക്കിടുന്നതിൽ സ്വീകരിച്ച മാനദണ്ഡവും മാർക്കുകളിലെ ഏറ്റക്കുറച്ചിലുകളും പരസ്യമായി ചർച്ച ചെയ്യാൻ അധ്യാപകർ തയ്യാർ. ഈ മറയില്ലായ്മ അധ്യാപക പക്ഷപാതത്തെ വലിയൊരളവ് വരെ ഒഴിവാക്കി. ഇന്റേണൽ അസസ്മെന്റ് ഗുണകരമാണ്. അതിനെ ഇന്റേണൽ അസസ്മെന്റ് പരസ്യമായിരിക്കണം. പക്ഷപാത ആരോപണങ്ങൾ പരിശോധിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ ഒരു സംയുക്ത സമിതി ഉണ്ടാകണം. സർവോപരി കുറ്റക്കാരെന്ന് തെളിയിക്കപ്പെടുന്ന അധ്യാപകർക്കെതിരെ ഫലപ്രദമായ ശിക്ഷണ നടപടികളും ഉണ്ടാകണം. അല്ലെങ്കിൽ ഇന്റേണൽ അസസ്മെന്റ് കൊടിയ അനീതികളിലേക്ക് നയിക്കും. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മാർക്ക് നൽകുന്നതിലെ വസ്തുനിഷ്ഠത മനുഷ്യത്വരഹിതമാണെന്നുകൂടി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആകാനോ ജയിക്കാൻ വേണ്ടി പോലുമോ ഒരു കുട്ടിക്ക് ഒരു മാർക്ക് പോലും കൂട്ടിക്കൊടുക്കുമായിരുന്നില്ല. ന്യൂക്ലിയർ ഫിസിക്സ് ടെസ്റ്റ് പേപ്പറിൽ കുറഞ്ഞുപോയ 1/4 മാർക്ക് കിട്ടാൻ വേണ്ടി പേപ്പർ നോക്കിയ SCK നായരെ 2ാം വർഷ MSc വിദ്യാർത്ഥിയായ മുരളി സമീപിച്ചു. SCK മുരളിയുടെ മുന്നിൽ വച്ച് പേപ്പർ നോക്കി 1/4 മാർക്ക് കൂട്ടിയിട്ടുകൊടുത്തു. അക്കൂട്ടത്തിൽ SCK മറ്റൊരു കാര്യം കണ്ടുപിടിച്ചു. മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് 3/4 മാർക്ക് അറിയാതെ കൂടുതൽ വീണിട്ടുണ്ട്. അത് കുറച്ചു. മൊത്തത്തിൽ മുരളിക്ക് 1/2 മാർക്ക് നഷ്ടം. ക്ലാസിൽ വന്നിരുന്ന് മുരളി പ്രാഗി. ദുഷ്ടൻ, 1/2 മാർക്ക് കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ. അപ്പോൾ സഹപാഠിയായ ശ്രീകൃഷ്ണറാവുവിന്റെ കമന്റ്, വേലിയിലിരുന്ന പാമ്പിനെ പിടിച്ച് ശീലയിൽ വെക്കണമായിരുന്നു. 80കളുടെ ആദ്യം വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ വിദ്യാഭ്യാസ ചർച്ച യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ മുന്നിൽ വിളിച്ചുകൂട്ടി. 10-50 പേർ കേൾവിക്കാരായി. കാലിക്കറ്റ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജീവനായിരുന്നു അധ്യക്ഷൻ. ചരിത്ര വിഭാഗൻ തലവൻ MGS നാരായണനായിരുന്നു മുഖ്യ പ്രാസംഗികൻ. യൂണിവേഴ്സിറ്റി പരീക്ഷകളുടെ പോരായ്മകളെക്കുറിച്ചും കൊള്ളരായ്മകളെക്കുറിച്ചും MGS വാചാലനായി. പല വർഷങ്ങളായി MGSനെതിരെ തീന്മേശയിൽ കേട്ട പരാതികൾ എന്റെ ഉള്ളിൽ തികട്ടി വന്നു. മിന്നൽ പിളർ പോലെ ആ പഴയ ചോദ്യം എന്റെ മനസ്സിലൂടെ കടന്നുപോയി. മാഷെ, പെൺകുട്ടികൾക്ക് മാത്രം റാങ്ക് കൊടുക്കാനുള്ള MGSന്റെ അക്കാഡമിക് ഫ്രീഡത്തിനു വേണ്ടിയാണോ നമ്മൾ സമരം ചെയ്യേണ്ടത്? MGS ഉൾപ്പെടെയുള്ളവരുടെ
സസ്പെൻഷനെതിരായി അക്കാഡമിക് സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തരുത് എന്ന മുദ്രാവാക്യമായി യൂണിവേഴ്സിറ്റിക്കെതിരെ ഞങ്ങൾ വിദ്യാർത്ഥി സമരം നടത്തിയപ്പോൾ ചരിത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥി എന്നോട് ചോദിച്ച ചോദ്യം അന്നെനിക്ക് മുഖം കുരിച്ചിരിക്കാനേ പറ്റിയുള്ളൂ. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. MGSന്റെ ഗിരിപ്രഭാഷണത്തിൽ അരിശവും. പെട്ടെന്ന് ഞാൻ MGSനോട് ചോദിച്ചു, ചരിത്ര വിഭാഗത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ആൺകുട്ടിക്ക് പോലും 1ാം റാങ്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാനല്ല ഇപ്പോൾ ബോർഡ് ചെയർമാൻ, ശ്രീധരമേനോനാണ്. ഉടൻ MGS പ്രസംഗം അവസാനിപ്പിച്ചു. ധൃതിയിൽ സ്ഥലം വിട്ടു. ശ്രീധരമേനോൻ അക്കാലത്ത് 1-2 വർഷത്തേക്ക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ സന്ദർശക പ്രൊഫസറായിരുന്നു.